കേരളത്തിന് കടുത്ത അവഗണനയുമായി മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ്. ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന അതിവേഗ റെയിൽപാതയോ എയിംസോ പ്രഖ്യാപിക്കാതെയുള്ള ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ നിരാശ. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷനും ബജറ്റിൽ പ്രത്യേക പദ്ധതികളില്ല. സംസ്ഥാനത്തെ ഉൾപ്പെടുത്തി ധാതു ഇടനാഴി പ്രഖ്യാപിച്ചതാണ് ബജറ്റ് പ്രസംഗത്തിൽ കേരളത്തിനുള്ള ചെറുനേട്ടം. നികുതി വിഹിതത്തിലെ നേരിയ വർധനയുമുണ്ട്. Turtle trails along key nesting sites in the coastal areas of Odisha, Karnataka and Kerala. കേരളത്തിന്റെ ആവശ്യം അതിവേഗ പാത. കിട്ടിയത് കടലാമ പരിപാലന പദ്ധതി. കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണന. അതിവേഗ റെയിൽപാത, എയിംസ്, വിഴിഞ്ഞം വികസനം, ശബരിപാത, പ്രത്യേക സാമ്പത്തിക പാക്കേജ് തുടങ്ങി കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒന്നും നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ ഇടം പിടിച്ചില്ല. 7 അതിവേഗ റെയിൽ ഇടനാഴികൾ പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാനം ഒഴിവാക്കപ്പെട്ടു. ധാതുഖനന ഇടനാഴിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയെങ്കിലും ഇതേ പ്രഖ്യാപനം സംസ്ഥാന ബജറ്റിലുമുണ്ടായിരുന്നു. The mineral rich states of Odisha, Kerala, Andhra Pradesh and Tamil Nadu to establish dedicated rare earth corridors to promote mining, processing, research and manufacturing. നാളികേര വികസനത്തിനും കൊക്കോ കശുവണ്ടി കൃഷി എന്നിവയ്ക്കും ബജറ്റിൽ പ്രഖ്യാപനമുള്ളത് കേരളത്തിന് നേട്ടമാകും എന്നാണ് പ്രതീക്ഷ. പഴയ തെങ്ങുകൾ വെട്ടിമാറ്റി പുതിയ തൈകൾ വയ്ക്കുന്നതിന് പദ്ധതി നടപ്പിലാക്കും. കശുവണ്ടി കൊക്കോ ഉൽപ്പന്നങ്ങളെ ആഗോള ബ്രാൻഡാക്കി മാറ്റുമെന്നും പ്രഖ്യാപനം. Indian cashew and cocoa to make India self-reliant in raw cashew and coconut production and processing, enhance export competitiveness and transform Indian cashew and Indian cocoa into premium global brands by 2030. BJP അധികാരത്തിലെത്തിയ തിരുവനന്തപുരം കോർപ്പറേഷന് പ്രത്യേകം പദ്ധതികളും ബജറ്റിലില്ല. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വർദ്ധിപ്പിച്ചതിന്റെ ചെറിയ ആശ്വാസം കേരളത്തിനും ലഭിക്കും. കേരളത്തിന് ഈ സാമ്പത്തിക വർഷം 36,355 കോടി രൂപ ലഭിക്കും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.